സാമൂഹിക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എറണാകുളം ജില്ലയിലെ വാരാപ്പുഴ കൂമന്നാവിലെ ഒരു അഗതി മന്ദിരത്തിനുള്ളിൽ വെച്ച് ഒരു കൊലക്കേസ് പ്രതിയെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിൽ അഗതി മന്ദിരം നടത്തിപ്പുകാരനായ പാസ്റ്റർ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഈ പ്രതികളെ പിടികൂടിയത്. കൂനമ്മാവ് അഗതി മന്ദിരം നടത്തിപ്പുകാരനായ ഫ്രാൻസിസ് ആരോമൽ, നിതിൻ എന്നിവരെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. കൊലക്കേസ് പ്രതിയായ ആലപ്പുഴ അരത്തൂർ മഞ്ചത്തറ വീട്ടിലെ സുദർശനാണ് ഈ ക്രൂരതയ്ക്ക് ഇരയായത്. സുദർശൻ നേരത്തെ അതിർത്തി തർക്കത്തെ തുടർന്ന് ചേർത്തലയിൽ മുനീർ എന്നയാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്നു. കൂടാതെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട്. സുദർശനെ അഗതി മന്ദിരത്തിൽ എത്തിച്ചതുമായി ബന്ധപ്പെട്ട ചില ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട്. വഴിയാത്രക്കാരെ ശല്യപ്പെടുത്തുന്നത് ആരോപിച്ചാണ് ഇയാളെ കൊച്ചി സെൻട്രൽ പോലീസ് പിടികൂടിയത്. തുടർന്ന് പോലീസ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ വരാപ്പുഴ കൂനമ്മാവ് അഗതി മന്ദിരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പോലീസ് നൽകുന്ന പ്രാഥമിക വിവരമനുസരിച്ച് അഗതി മന്ദിരത്തിലെത്തിയ സുദർശൻ അവിടെ ആക്രമം കാട്ടി. ഇതേ തുടർന്ന് അഗതി മന്ദിരം നടത്തിപ്പുകാരനായ പാസ്റ്റർ ഫ്രാൻസിസും സഹായികളായ ആരോമലും നിതിനും ചേർന്ന് സുദർശനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു.